ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ കിഡ്സിൻ്റെ ഒരു കഫ്താൻ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 4 മീറ്റർ പ്ലെയിൻ നെറ്റാണ്, അതുപോലെ 4 മീറ്റർ സാറ്റിൻ. അതുപോലെ ഈ വർക്ക് ഉള്ളത് വെച്ചാൽ നമുക്ക് എത്രയാണ് വർക്ക് ചെയ്യേണ്ടത് ആ ഒരു വേണ്ടത്ര എടുത്താൽ മതി. ഞാനിപ്പോൾ 1.5 മീറ്ററാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഒരു 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചില ക്ലോത്തൊക്കെ അവർ 1/2 മീറ്ററിൻ്റെ കുറവ് നമുക്ക് തരൂല, അപ്പോൾ എന്തായാലും അത് അത്ര തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 ഇയറിലുള്ള മെഷർമെൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റ് ഫാബ്രിക്കിൻ്റെ വീതി വരുന്നത് 58 ഇഞ്ചാണ്. അതും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മുടെ നോർമൽ നെറ്റാണ് വീതി കുറഞ്ഞ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജോയിൻ്റൊക്കെ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 58 ഇഞ്ചിൻ്റെ വിടുത്തുള്ള ഫാബ്രിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഫാബ്രിക് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. ടാപ്പ് വെച്ചിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണ് വരുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആ കുട്ടീൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ആ 38 ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു അംബ്രല സ്കേർട്ടിനും അംബ്രല ഫ്രോക്കിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ സെയിം ആയിട്ട് ആ ഒരു കോൺ സൈഡിൽ നിന്ന് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് 38 ഇഞ്ച് ലെങ്ത്തിലുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഈ ഒരു പ്ലെയിൻ നെറ്റാണ്. ഇതിന് നമ്മളൊരു ഡിസൈനർ പാർട്ടി വെയർ ആയിട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആ ഒരു ലൈൻ പോലെ ആ ഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ കോർണേഴ്സും ഒരു 8 ലൈൻസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 ലൈനോ 10 ലൈനോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലൈനാണ് ആക്കേണ്ടത് ആ വർക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് അതിനുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുക. അത് നമ്മുടെ ഈ കോൺ ആ ഒരു സൈഡിൽ നിന്ന് വേണം വരയ്ക്കാനായിട്ട്. ഇത് നെറ്റിലായതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ടില്ല. പിന്നെ ആണെങ്കിൽ മഴ ഒക്കെ ഉള്ള ദിവസമായിരുന്നു, അപ്പോൾ നമുക്ക് വെളിച്ചവും ഒക്കെ കുറവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു ലൈൻസ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാറ്റിൻ്റെ ക്ലോത്ത് കൂടി ഇപ്പോൾ നമ്മൾ താഴെ ഇട്ടിട്ടാണ് ഇപ്പോൾ ആ നെറ്റ് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ ലൈൻസുകളും വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ചെയ്തതിന് ശേഷമാകുമ്പോൾ നമുക്ക് ആ സാറ്റിനിൽ ഇപ്പോൾ ഗമ്മ തയ്ക്കാനുള്ള അതിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അത് ബുദ്ധിമുട്ടാണ്, അതിങ്ങനെ ചുരുങ്ങി കിടക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ലൈൻസൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സി ഡി ലൈസാണ് ഇതിൽ നമ്മൾ ഈ ലൈൻസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച ക്ലോത്തിൽ ശരിക്കും ആ ഒരു സീക്വൻസ് ലൈസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കട്ട് ചെയ്ത് വെക്കുമ്പം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ സി ഡി ലൈസ് തന്നെയാണ് ഇതിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ 8 ലൈൻസ് എന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടുത്ത് നിൽക്കാനായിട്ട് നോക്കിയപ്പോൾ മൊത്തത്തിൽ 5 ലൈൻസ് വരച്ചതും പിന്നെ 2 സൈഡിലായിട്ട് ഓരോന്ന് വരുമ്പോൾ മൊത്തത്തിലൊരു 7 ലൈൻ. അപ്പോൾ ബാക്കും ഫ്രണ്ടും കൂടിയിട്ട് ഒരു 14 ലൈൻസാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് നമ്മൾ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടീൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്കിതിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ഞാനിതിൽ ഓപ്പണിങ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് ഞാനൊരു 1.5 ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് എപ്പോഴും ഈ ഒരു മോഡലിൽ വരുമ്പോൾ കുറച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ തല കടക്കാനുള്ളൊരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഷോൾഡറിൽ നിന്ന് നമ്മളൊരു സ്ലോപ്പ് കൊടുക്കാനായിട്ട് താഴെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ നെക്ക് ലൈനിലേക്ക് നമ്മൾ മുന്നത്തെ കഫ്താൻ്റെ
സെയിം ഒരു മോഡൽ നമ്മൾ ചെയ്തപ്പോൾ വലിയവരുടെ ചെയ്തപ്പം അതിൽ ചെയ്ത പോലെ ആ ഒരു സ്ലോപ്പ് നമ്മളിപ്പോൾ നെക്ക് ലൈനിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാനിപ്പോൾ എന്തായാലും ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സ്ലീവ് ഒന്നും കട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് കൈൻ്റെ ഭാഗത്തൊരു ഹോളുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമുക്ക് വരുമ്പോൾ ഒരു 5 ഇഞ്ച് ഷോൾഡർ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് നമ്മളൊരു 10 ഇഞ്ച് ഈ കുട്ടീൻ്റെ മുട്ടിൻ്റെ ഭാഗം കൈമുട്ടിൻ്റെ ഭാഗം വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഷോൾഡർ കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് താഴോട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കൈ കഴത്താനുള്ള ഒരു 5-5.5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ ഒന്നും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് പോലെ ഒരു ഷേപ്പ് പോലെ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് അത് വരയ്ക്കണമെന്നും നിർബന്ധമല്ല. നമുക്ക് ജസ്റ്റ് ഇപ്പം ഒന്ന് ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയാലും നമുക്ക് സ്ലീവ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വെറുതെ നോർമൽ പീസ് വെച്ചിട്ട് തന്നെ മറിച്ചടിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ മറിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ലൈൻസിലൂടെ നമ്മൾ സീക്വൻസ് ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് സാറ്റിൻ്റെ ആ ക്ലോത്തും കൂടി സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. മൊത്തം 4 മീറ്ററാണ്. നമ്മുടെ ആ ഒരു ലെങ്ത്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ഫാബ്രിക്കും ഇതിന് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഈ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ഈ സാറ്റിനാണെങ്കിലും എന്തൊക്കെ നമ്മൾ താഴെ വയ്ക്കുന്നുണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത്തിലും ആ ഒരു ഇതുപോലെ ഫ്ലെയറിലും ഒക്കെ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഈ ആ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സിലൂടെ ഈ ഒരു സീക്വൻസ് ലേസ് വെച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫാബ്രിക്കിലുള്ള ഒരു കട്ട് വർക്കിൻ്റെ അതേ ഒരു സെയിം കളർ തന്നെയാണ് നമ്മൾ സീക്വൻസ് ലേസ് ആയിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിതിൽ ഈ ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു വർക്ക് മെറ്റീരിയൽ വരുന്നത് ഒരു റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡ് പോലെയാണ്. കറക്റ്റല്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട്. പക്ഷേ എൻ്റെ അടുത്തുള്ള സീക്വൻസ് ലേസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൽ റോസ് ഗോൾഡാണ് കുറച്ചുകൂടെ മാച്ച് ചെയ്തിട്ട് വരുന്നത് ഈ വർക്കായിട്ട്. അപ്പോൾ ഞാൻ ആ റോസ് ഗോൾഡിൻ്റെ ലേസാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വർക്ക്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞത്. ഈ ലൈൻ നമുക്ക് എടുത്തിട്ട് വെക്കാനായിട്ട് പാടാണ്. പറ്റുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ സീക്വൻസ് ലേസിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഫിനിഷിങ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ സീക്വൻസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലേസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പാച്ചസൊക്കെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുക്കുകയോ തുന്നി കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലൊക്കെ ഈ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ കുറച്ചൊക്കെ പറ്റുന്ന ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പെട്ടെന്ന് പോരൂല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. പിന്നെ ഓരോന്നും അതിൻ്റെ ആ ഒരു വർക്ക് വരുന്ന പോലെ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തു. കുറേ ടൈം എടുത്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ ഇതുപോലെ പാച്ചസും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ വർക്കൊക്കെ ഒരുമിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ വരുമ്പോൾ കുറച്ച് പണി തന്നെയാണ്. എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ, അത് മോനാണ്. അപ്പോൾ ആളിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചൊക്കെ എടുത്തിട്ട് അവനൊരു ബോക്സിലാക്കിയിട്ട് ഉമ്മച്ചിക്ക് ഗിഫ്റ്റാന്ന് പറഞ്ഞ് തരാം കേട്ടോ. അപ്പോൾ രാത്രി 1 മണിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരിക്കുന്നത്. ആൾ ആണെങ്കിൽ ഞാൻ ഉറങ്ങിയാലേ അവൻ ഉറങ്ങുള്ളൂ. അപ്പോൾ എൻ്റെ കമ്പനിക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ലൈൻസിൻ്റെ അവിടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ക്ലോത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ആ ലൈൻസിലൊന്ന് അവിടെ ഒക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ ഇടയിൽ ഓരോ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ
ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചെറിയ സ്റ്റിച്ചസോ തുന്നലൊക്കെ കൊടുത്തേക്കാം. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തും കൂടി ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്കൊന്ന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് നമ്മൾ നോർമലി ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ട് സൈഡ്സും നമ്മൾ ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി ഭാഗം നമ്മൾ നോർമൽ ജോയിൻ ചെയ്യുന്ന പോലെ താഴെ വരെ, മുകളിൽ നിന്ന് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് സെയിം നമ്മുടെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സ്ലീവിനൊരു ക്രോസ് പീസ് വെച്ച് മറിച്ച് കൊടുക്കുക. അതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേതാകുമ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കുറച്ച് പാടുണ്ട് അതൊന്നും മറിച്ചെടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ആ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തേക്ക്. അതിന് ശേഷം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നെക്കിൽ ഞാൻ ഇതുപോലൊരു കുറച്ച് ബീഡ്സ് പിടിപ്പിച്ച് കൊടുത്തു. പിന്നെ അതൊരു ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ അതൊക്കെ മാറ്റി. അതിനുശേഷം നമ്മുടെ സീക്വൻസ് ലേസ് തന്നെ ഒന്ന് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ബീഡ് തന്നെ വെച്ചിട്ട് ആ സെയിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കട്ട് ബീഡ്സ് കുറച്ച് പൊട്ടിച്ചെടുത്ത് അത് തന്നെ വെച്ചിട്ടൊന്ന് നെക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്. പിന്നെ ഇപ്പം നമുക്ക് ഈ ഒരു വർക്ക് നെറ്റിൻ്റെ ഫാബ്രിക്കിന് നല്ല റേറ്റ് വരുന്നുണ്ട്. 700, 680 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കൊണ്ട് നമുക്ക് അത്രയും കുറവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റൂല. അപ്പോൾ നമുക്കും ആ ഒരു സ്റ്റിച്ചിങ് ചാർജും എല്ലാം കൂടിയിട്ട് മാച്ചാവുന്ന തരത്തിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വർക്ക് നെറ്റൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചൊരു ലേസ് വർക്കിലൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റിലേക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ DM ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ നമ്മുടെ ബയോയിലുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിപ്പോൾ 6000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതൊരു ഹാപ്പി ന്യൂസാണ്. അത് മുന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.